റിപ്പോർട്ടർ ചാനൽ മുതലാളിമാർ ചമഞ്ഞുകൊണ്ട് നടക്കുന്ന അഗസ്റ്റിൻ സഹോദരന്മാരുടെ സാമ്പത്തിക തട്ടിപ്പു കേസുകൾ തുടക്കം മുതൽ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമമാണ് മറുനാടൻ മലയാളി. ഐഫോണിനെ വെല്ലുന്ന മൊബൈൽ ഫോൺ ഇറക്കുമെന്ന വാഗ്ദാനവുമായി രംഗത്തിറങ്ങിയ ഇവരുടെ തട്ടിപ്പുകൾ പൊളിച്ചതും മറുനാടനായിരുന്നു. ആന്റോ, റോജി, ജോസ് കുട്ടി എന്നിവർ ചേർന്ന് 2016 പ്രഖ്യാപിച്ച മാംഗോ ഫോൺ തട്ടിപ്പിൽ വീണത് വമ്പന്മാരായിരുന്നു. ഇവരുടെ സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ച് മുന്നറിയിപ്പുമായി മറുനാടൻ വാർത്ത നൽകിയെങ്കിലും ചില വമ്പന്മാർ അഗസ്റ്റിൻ സഹോദരന്മാരുടെ കെണിയിൽ വീണു. മാംഗോ ഫോൺ വഴി ഇവർ പണം തട്ടിപ്പു നടത്തിയത് ഫ്രാഞ്ചൈസി വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു. ഈ മാംഗോ ഫോൺ തട്ടിപ്പിന്റെ പിന്നാമ്പുറ കഥകളെക്കുറിച്ചുള്ള വിവരങ്ങളും മറുനാടൻ പുറത്തുവിടുന്നു. മുൻമന്ത്രിയും പ്രമുഖ ബിസിനസ്സുകാരനും ഉൾപ്പെടെ നിരവധി പേരാണ് ഇവരുടെ തട്ടിപ്പിൽ വീണത് എന്നാണ് മറുനാടന് ലഭിച്ച വിവരം. 3 പ്രമുഖ വ്യക്തികളിൽ നിന്ന് മാത്രമായി 51 കോടി ഇവർ തട്ടിയെടുത്തു. ഈ തട്ടിപ്പിലൂടെ ലഭിച്ച പണമാണ് ഇവർ ചാനൽ മുതലാളിമാരാകാനും മറ്റ് തട്ടിപ്പുകൾക്കും തുടക്കമിട്ടതും. ഇവരെ ചാനൽ മുതലാളിമാരാക്കാനും മറ്റ് സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് ഇപ്പോൾ CPM നേതാവായ MV നികേഷ് കുമാർ ആയിരുന്നു. കേരളത്തിലെ മുൻമന്ത്രിയും ഇപ്പോൾ MLAയും മുസ്ലിം ലീഗ് നേതാവുമായി മഞ്ഞളാംകുഴി അലിയാണ് മാംഗോ ഫോൺ തട്ടിപ്പിന് ഇരയായ പ്രമുഖരിൽ ഒരാൾ. മഞ്ഞളാംകുഴി അലിയെ പറ്റിച്ച് ഇവർ തട്ടിയെടുത്തത് 18 കോടി രൂപയായിരുന്നു. വളരെ സമർത്ഥമായ വിധത്തിൽ വാഗ്ദാനങ്ങൾ നൽകിയാണ് അലിയെ ഇവർ കെണിയിൽ വീഴ്ത്തിയത്. മാംഗോ ഫോണിന്റെ ഗൾഫ് ഫ്രാഞ്ചൈസിയുടെ പേര് പറഞ്ഞായിരുന്നു ഈ കബളിപ്പിക്കൽ. മഞ്ഞളാംകുഴി അലിക്കും സഹോദരനും ദുബായിൽ വലിയ കമ്പനികളുണ്ട്. ഇത് മനസ്സിലാക്കി ചുറ്റിക്കൂടിയ അഗസ്റ്റിൻ സഹോദരന്മാർ അലിയെ മാംഗോ ഫോണിന്റെ ഫ്രാഞ്ചൈസി എടുക്കാൻ നിർബന്ധിക്കുന്നു. ഇതിനായി 15 കോടി രൂപയാണ് ആവശ്യപ്പെട്ടത്. ഇത് സംബന്ധിച്ച കരാറിലും ഇവർ ഏർപ്പെട്ടു. ഈ ഫോൺ വിറ്റുപോയാൽ എന്ത് ചെയ്യും എന്ന ചോദ്യമടക്കം ചർച്ചാവേളയിൽ ഉയർന്നു. വിറ്റുപോയില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചെടുത്തോളാം, അത് എഗ്രിമെന്റിൽ ഉണ്ട് എന്നതായിരുന്നു ഇവരുടെ വാഗ്ദാനം. ഇത് വിശ്വസിപ്പിച്ച് ഇവർ ചൈനയിൽ നിന്നും ഫോൺ ഇറക്കുമതി ചെയ്ത് സ്റ്റിക്കർ ഒട്ടിച്ചു നൽകി. ഈ ഫോൺ ഒന്നും തന്നെ വിറ്റുപോയതില്ല. ഇതോടെ ഫോൺ തിരിച്ചെടുത്ത് ഫ്രാഞ്ചൈസി തുക അലി ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ ഫോൺ ഇവർ തിരികെ എടുത്തെങ്കിലും പണം നൽകിയില്ല. ഇന്ത്യയിലേക്ക് പണം അയക്കുന്നതിന് റിസർവ് ബാങ്ക് തടസ്സങ്ങളുണ്ട് എന്നും പേയ്മെന്റ് നീക്കാൻ 3 കോടി രൂപ അടയ്ക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. ഇതുവഴി 3 കോടി രൂപ കൂടി അലിയുടെ കയ്യിൽ നിന്നും ഇവർ വാങ്ങിയെടുത്തു. അങ്ങനെ 18 കോടി രൂപയാണ് അഗസ്റ്റിൻ സഹോദരങ്ങൾ അലിയിൽ നിന്നും കബളിപ്പിച്ചു നേടിയത്. പിന്നീട് പണം തരാമെന്ന് പറഞ്ഞെങ്കിലും ഇവർ കബളിപ്പിക്കൽ തുടരുകയായിരുന്നു. ഒടുവിൽ സഹികെട്ട് ഇവർ UAE നൽകിയ ചെക്ക് മഞ്ഞളാംകുഴി അലി ബാങ്കിൽ പ്രസന്റ് ചെയ്തു. ഗൾഫിലെ ചുമതലക്കാരൻ ആന്റോ അഗസ്റ്റിന്റെ ചേട്ടൻ റോജി അഗസ്റ്റിനാണ്. ഇതോടെ ചെക്ക് കേസാവുകയും റോജി അഗസ്റ്റിനെ ദുബായ് പോലീസ് പൊക്കുകയും ചെയ്തു. അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടുകയും ചെയ്തു. ഇങ്ങനെ 2 ആഴ്ച റോജി മുതലാളി ദുബായ് ജയിലിൽ കഴിഞ്ഞു. അപ്പോഴേക്കും ആന്റോ അഗസ്റ്റിൻ സമ്മർദ്ദ തന്ത്രങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. അതിനുവേണ്ടി ആന്റോ ഉപയോഗിച്ചത് പെരിന്തൽമണ്ണയിലെ പ്രമുഖ ആശുപത്രി ഉടമയായ മൗലാന റഷീദ് എന്ന മനുഷ്യനെയാണ്. മൗലാന ആശുപത്രിയുടെ ഉടമയാണ് റഷീദ്. ഇദ്ദേഹവും ഇതിനോടകം ഇവരുടെ കെണിയിൽ പെട്ടിരുന്നു. റഷീദിനായിരുന്നു കേരളത്തിലെ ഫ്രാഞ്ചൈസി കിട്ടിയിരുന്നത്. 13 കോടി രൂപയ്ക്കാണ് റഷീദ് ഈ മൊബൈൽ കമ്പനിയുടെ ഫ്രാഞ്ചൈസി നേടിയെടുത്തത്. ഗൾഫിലെ ലോഞ്ചിന് ശേഷം റഷീദിന് ഫോൺ കിട്ടും. അങ്ങനെ കേരളത്തിൽ മുഴുവൻ വിൽപ്പനയ്ക്ക് എത്തിക്കാമെന്നതായിരുന്നു ആന്റോ കൊടുത്ത ഓഫർ. 13 കോടിക്ക് പകരം കോടികൾ കിട്ടാമെന്നാണ് റഷീദിനെ വിശ്വസിപ്പിച്ചത്. ഈ സമയത്താണ് ഗൾഫിലെ പ്രതിസന്ധി ഉണ്ടാകുന്നത്. റോജി ജയിലിലാകുന്നു. ഉടനെ ആന്റോ മൗലാന റഷീദിനോട് പറയുന്നു, എങ്ങനെയെങ്കിലും നിങ്ങൾ മഞ്ഞളാംകുഴി അലിയെ ബോധ്യപ്പെടുത്തി ചേട്ടച്ചാരെ ജയിലിൽ നിന്നിറക്കിയില്ലെങ്കിൽ ഈ കച്ചവടം പൊളിഞ്ഞു പോകും. ഇത് വിശ്വസിച്ച് റഷീദ് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവരെ ജയിലിൽ നിന്നിറക്കണം എന്ന വാഗ്ദാനവുമായി മഞ്ഞളാംകുഴി അലിയുടെ വീട്ടിൽ പോയി. അങ്ങനെ മൗലാന റഷീദും മഞ്ഞളാംകുഴി അലിയും തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കുന്നു. ഈ കരാർ അനുസരിച്ച് മാംഗോ ഫോൺ തട്ടിപ്പുകാർ കൊടുക്കാനുള്ള മുഴുവൻ ബാധ്യതയും, അതായത് 18 കോടി രൂപയും മൗലാന റഷീദ് മഞ്ഞളാംകുഴി അലിക്ക് കൊടുത്തോളാം എന്ന കരാർ ഉണ്ടാക്കി. ആ കരാർ എഴുതി റഷീദും ഒപ്പുവെച്ചു. ഇതിനുവേണ്ടി മാത്രം മഞ്ഞളാംകുഴി അലിയും സഹോദരനും ദുബായ്ക്ക് പോയി പോലീസിലെത്തി പരാതി പിൻവലിപ്പിച്ചു. പിന്നീട് റോജി പുറത്തിറങ്ങുന്നു. അതിനുശേഷം കബളിപ്പിക്കൽ നടത്തി പിന്മാറുകയാണ് ഉണ്ടായത്. ഇതോടെ റഷീദ് 31 കോടി രൂപയുടെ കടക്കാരനായി മാറി. ഇതോടെ അലിയും വെട്ടിലായി. മൗലാന റഷീദിനെ വിശ്വസിച്ച് റോജിക്കെതിരെയുള്ള കേസ് പിൻവലിച്ചു. ഇനി അവർക്കെതിരെ കേസ് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയും വന്നു. എന്തായാലും മഞ്ഞളാംകുഴി അലി ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ കേസ് ഹൈക്കോടതിയിൽ തുടരുകയാണ്.